ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഒരു അലോവേര ജെൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അലോവേര ജെൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ അലോവേര ജെൽ എല്ലാ നൈറ്റും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാറ്. ഞാൻ ഈ ഒരുപാട് നാളായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നത് തന്നെയാണ് യൂസ് ചെയ്യണേ. പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഫ്ലേവേർഡാണ്, കേസറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലേവേർഡ് അലോവേര ജെല്ലാണ് വാങ്ങിയത്. അത് വാങ്ങിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് 1 വീക്കേ യൂസ് ചെയ്തോളൂ. അപ്പോൾ മുതൽ എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് വന്നു തുടങ്ങി. ഡേ ബൈ ഡേ 1-2 പിമ്പിൾസ് ഒക്കെ വെച്ച് വരുന്നുണ്ട്. എനിക്കിങ്ങനെ എപ്പോഴും പിമ്പിൾ വരുന്ന ഒരു ഫേസ് അല്ല എൻ്റെത്. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു 1 വീക്കായിട്ട് എനിക്ക് തോന്നുന്നു മേ ബി ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള അലോവേര ജെൽ യൂസ് ചെയ്തതുകൊണ്ടാവും. സോ ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ഇപ്പോൾ വാങ്ങി അലോവേര ജെൽ മാറ്റിയിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്തത് തന്നെ നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങുന്നത്. ബട്ട് മുമ്പ് ഞാൻ ക്യൂക്കുംബറും കൂടി ഫ്ലേവേർഡ് ആയിട്ടുള്ളത് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു ഇഷ്യൂ വന്നിട്ടില്ല. ഇപ്പോൾ കേസർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം, മേ ബി ചിലപ്പോൾ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അലോവേര ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് നോക്കിയപ്പോൾ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് നോർമലി എങ്ങനെ ഒരു അലോവേര ജെല്ല് വീട്ടിലെങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടു. ആക്ച്വലി ഒരു പൊട്ടറ്റോയും നമ്മുടെ അലോവേര ജെല്ലും മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. സോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സും അത് ഞാൻ എന്നിട്ടൊരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് അതെങ്ങനെയുണ്ട്, അല്ലിപ്പം അത് ശരിയാക്കി വരുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈവൻ അത് മേക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ 1 വീക്ക് ഞാനത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് റിസൾട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ കറ്റാർവാഴ ജെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു 1/2 hour കുറച്ച് നേരം വെള്ളത്തിൽ ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഇതിലുള്ള ഒരു യെല്ലോയിഷ് സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതൊന്നും ഒരു 1/2 hour വെള്ളത്തിൽ വെക്കുകയാണ്. ആ ഒരു ടൈം കൊണ്ടിട്ട് ഞാൻ ഒരു പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പൊട്ടേറ്റോയും കൂടി മിക്സ് ചെയ്താണ് ഈ ഒരു അലോവേര ജെൽ ഉണ്ടാക്കുന്നത്. പൊട്ടേറ്റോ നല്ല രീതിയിൽ പീൽ ചെയ്തത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ നല്ല രീതിയിൽ അല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഞാൻ ക്രഷ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കും. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതൊരു ബൗളിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് അത് കുറച്ച് നേരം ഈ ബൗളൊന്ന് മാറ്റി വെക്കണം. കാരണം നമ്മൾ പൊട്ടേറ്റോയുടെ ആ ഒരു സ്റ്റാർച്ചാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റി വെക്കുമ്പോൾ ഇതിനടിയിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ആ സ്റ്റാർച്ച് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇനി നമുക്ക് കറ്റാർവാഴയിലോട്ട് വരാം. കറ്റാർവാഴ ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു തോടൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ കറ്റാർവാഴ ജെല്ല് എടുക്കണം. സോ അതിന് മുൻപ് ഞാൻ ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം ഉണ്ടല്ലോ, ഐസ് വാട്ടർ ഞാൻ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ കറ്റാർവാഴ അത് കട്ട് ചെയ്ത് അതിലുള്ള പ്യുവർ ജെല്ലുണ്ടല്ലോ അത് ഞാൻ ഈ ഒരു ബൗളിൽ ഈ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കും. കാരണം ഇതിലും ചിലപ്പോൾ നമുക്ക് ആ ഒരു യെല്ലോയിഷ് സംഭവം പിന്നെ അതിൻ്റെ ആ ഒരു നമുക്ക് അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ നല്ലതുപോലെ ഈ ഒരു ജെല്ലിനെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് പിന്നെ കറ്റാർവാഴ ജെൽ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇത് 2-3 വാട്ടറിൽ ഞാനിത് വാഷ് ചെയ്തു. ഈ കട്ട് ചെയ്തെടുത്ത കറ്റാർവാഴ ഉണ്ടല്ലോ അത് 2-3 വാട്ടറിൽ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ആൻഡ് ഇത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രീനി സംഭവമൊക്കെ കാണും, അത് കുഴപ്പമില്ല. അതുകൊണ്ട് ചെറിയൊരു ഗ്രീൻ കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇത്രയും കട്ട് ചെയ്തെടുക്കാൻ തന്നെ ഓൾമോസ്റ്റ് എനിക്കൊരു 1 hour എടുക്കേണ്ടി വന്നു കേട്ടോ. സോ അങ്ങനെ ഇത് 2-3 തവണ ഞാനൊരു കോൾഡ് വാട്ടറിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയാണ് അത്രയും ഒരു വലിയ കറ്റാർവാഴ ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊരു മിക്സറിലോട്ട് മാറ്റിയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു കറ്റാർവാഴ ജെല്ല് നൈറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലുണ്ടല്ലോ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ നല്ല ഗ്ലോ ആയിട്ട് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആകുമ്പോൾ നല്ല ഒരു ഗ്ലോയിങ് സ്കിന്നും ഹൈഡ്രേറ്റഡ് സ്കിന്നുമായിട്ട് നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഇതിലിപ്പോൾ ഞാൻ പൊട്ടേറ്റോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പൊട്ടേറ്റോ നമ്മുടെ സ്കിൻ കെയറിന് വളരെ ബെസ്റ്റാണ്. കാരണം ഡാർക്ക് സർക്കിൾസൊക്കെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസൊക്കെ മാറാനും പിന്നെ നമ്മുടെ കഴുത്തിലുള്ള ഡാർക്ക്നെസ് മാറാനും ഇത് മാത്രമല്ല ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഹെയറിനും വളരെ നല്ലതാണ്. ബോത്ത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും വളരെ നല്ലതാണ്. അങ്ങനെ കറ്റാർവാഴയ്ക്ക് നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി സ്ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ എടുക്കുക. സോ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കറ്റാർവാഴ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം ആ പൊട്ടേറ്റോ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ കറ്റാർവാഴ ജെല്ല് നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ സ്റ്റാർച്ചും പൊട്ടേറ്റോയുടെ സ്റ്റാർച്ചും നമുക്ക് കറക്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ കറ്റാർവാഴ അതിൻ്റെ ജെല്ലുണ്ടല്ലോ നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടേറ്റോ സ്റ്റാർച്ച് എന്തായെന്ന് നോക്കാം. ഇത് പൊട്ടേറ്റോ നമ്മൾ അരിച്ചെടുത്തിട്ട് കുറച്ച് നേരം അനക്കാണ്ടൊരു ബൗളിൽ മാറ്റി വെച്ചതാണ്. സോ അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ സ്റ്റാർച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള ആ വാട്ടർ ഒന്ന് കളയുക. ആ സ്റ്റാർച്ച് ചെറിയൊരു തിക്നെസ് രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് എക്സാക്ട് അതിൻ്റെ സ്റ്റാർച്ച് വന്നിട്ട് ഇത് വേണം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആൻഡ് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ആക്ച്വലി ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ബോയിൽ ചെയ്യുന്നത് പ്രശ്നമുണ്ടോ എന്ന് നോക്കി, പക്ഷേ അതിൽ പിന്നെ വായിച്ച് നോക്കിയപ്പോൾ അതിൽ പ്രശ്നമൊന്നും വരുന്നില്ല എന്ന് കണ്ടു. സോ ഒരു പാൻ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ആ കറ്റാർവാഴയുടെ ജെല്ലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം
ഇതിലേക്ക് നമ്മുടെ ആ പൊട്ടേറ്റോ സ്റ്റാർച്ച് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 to 10 minutes അതിനിടയിൽ തന്നെ നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒറിജിനൽ കറ്റാർവാഴ ജെല്ലുണ്ടല്ലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഏകദേശം ഇതിൻ്റെ ഒരു ലിക്വിഡ് ചെറുതായിട്ട് മാറുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ സ്റ്റാർച്ചും പൊട്ടേറ്റോ സ്റ്റാർച്ചും കറ്റാർവാഴ ജെല്ലും കൂടെ. ആൻഡ് നോട്ട് വൺ തിങ്, നമ്മൾ ഈ പാൻ ചൂടാകുമ്പോൾ നല്ല രീതിയിൽ ചൂടാകണ്ട, ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആ ഒരു കറ്റാർവാഴ ജെല്ലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇത് നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് തിക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആദ്യം ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു, നല്ല രീതിയിൽ തിക്കാകുമെന്ന്. പിന്നെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ അത് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ എനിക്കിത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ അലോവേര ജെൽ ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കിത് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ് നമുക്കിതിന് കിട്ടും. ഇനി ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലോ അതിൻ്റെ ബോട്ടിലിൻ്റെ നനവൊക്കെ മാറ്റിയതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. കാരണം ഇതിൽ എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുക. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ചീത്തയായി പോകും. ആൻഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ എടുത്ത് യൂസ് ചെയ്യുക, എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത്. ഇതിൽ ചെറിയൊരു തരി കാണും, കാരണം ഇതിൽ ആ ഒരു പൊട്ടേറ്റോയുടെയും പിന്നെ കറ്റാർവാഴയുടെയും ചെറിയ തരിയൊക്കെ കാണുന്നുണ്ട്. സോ അതെന്തായാലും കുഴപ്പമില്ല. അങ്ങനെ കറ്റാർവാഴ ജെല്ല് വീട്ടിലുണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ അലോവേര ജെല്ല് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രീസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിപ്പോൾ 1 day ഞാൻ യൂസ് ചെയ്തു. ഇത് 2nd day ആണ്. സോ ഇത് ഞാനൊരു 7 days യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ ഇതിൽ വേറൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.